A's mother is sister of B and daughter of C. D is daughter of B and sister of E. How is C related to E എന്നാണ് നമ്മുടെ ക്വസ്റ്റ്യൻ വരുന്നത്. അതായത് എ എന്ന് പറയുന്നത് അവിടെ എഴുതി പോവാം അല്ലെ. എസ് മദർ, എയുടെ മദർ എന്ന് പറയുന്നത് ഈസ് ബിയുടെ സിസ്റ്റർ. എയുടെ മദർ എന്ന് പറയുന്നത് ആരാണ്? ബിയുടെ സിസ്റ്റർ ആണ്. സോ എ നമ്മൾ എഴുതി എന്റെ മദർ. എന്റെ മദർ എന്ന് പറയുന്നത് ബിന്റെ സിസ്റ്റർ ആണ്. ഓക്കെ, ബിയുടെ സിസ്റ്റർ ആണ്. സോ ഇത് ഫീമെയിൽ ആണ് നമുക്കറിയാം. ദെൻ ബി സിസ്റ്റർ ആൻഡ് ഡോട്ടർ ഓഫ് സി, സിന്റെ ഡോട്ടറുമാണ്. സോ എന്റെ മദർ ബിയുടെ സിസ്റ്റർ ആണ്, സിന്റെ ഡോട്ടർ ആണ്. ആൻഡ് ഡി ഈസ് ദ ഡോട്ടർ ഓഫ് ബി. ഡി എന്ന് പറയുന്നത് ബിന്റെ ഡോട്ടർ ആണ്. ആയിക്കോട്ടെ, ബിന്റെ ഡോട്ടർ ആണ്. ആൻഡ് സിസ്റ്റർ ഓഫ് ഇ. സോ ഇത് ഫീമെയിൽ ആണ്, സിസ്റ്റർ ഓഫ് ഇ. ഹൗ ഈസ് സി റിലേറ്റഡ് ടു ഇ? സി എന്ന് പറയുന്നത് ഇന്റെ ആരാ? ഗ്രാൻഡ് മദർ. എന്താ ആലോചിക്കാനുള്ളത്? സിമ്പിൾ, ഒന്നുമില്ല. എ എന്ന് പറയുന്നത്, എന്റെ മദർ എന്ന് പറയുന്നത് ബിന്റെ സിസ്റ്റർ ആണ്. സോ എയുടെ മദർ ബിന്റെ സിസ്റ്റർ, ഒരേ റേഞ്ചിൽ വരുന്നതാണ്. ബി എന്ന് കൊടുത്തു, ബിന്റെ സിസ്റ്റർ. ആൻഡ് സി, ആൻഡ് എന്താണ്? ഡോട്ടർ ഓഫ് സി, സിന്റെ ഡോട്ടറുമാണ്. ദെൻ ഡി എന്ന് പറയുന്നത് ബിന്റെ ഡോട്ടർ ആണ്. സോ ബിന്റെ താഴെ ഡി വന്നു. ആൻഡ് ഡിന്റെ സിസ്റ്റർ ആണ് ഇ. സോറി, ഡിന്റെ സിസ്റ്റർ അല്ല, ഇന്റെ സിസ്റ്റർ ആണ് ഡി. സോ ഇങ്ങനെ വന്നു. ഇനി ഹൗ ഈസ് സി റിലേറ്റഡ് ടു എ ഇ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സി ഇയുമായിട്ട് എന്താ കണക്ഷൻ? സി എന്ന് പറയുന്നത് ഗ്രാൻഡ് മദർ ആണ്. ഇനി ഇവിടെ ഈ സിയുമായിട്ട് എന്താ കണക്ഷൻ എന്ന് ചോദിച്ചാൽ ആൻസർ നമുക്ക് പറയാൻ പറ്റില്ല കേട്ടോ. നോട്ട് ഡിഫൈൻഡ് എന്ന് പറയും. കാരണം ഇന്റെ ജെൻഡർ നമുക്ക് അറിയില്ല. ക്വസ്റ്റ്യനിൽ ഇങ്ങോട്ടായോണ്ട്, സിന്റെ ഇങ്ങോട്ടായോണ്ട് എന്ത് ചെയ്യാം? ഗ്രാൻഡ് മദർ ആണെന്ന് പറയാം. എന്തുകൊണ്ടാണ് ഇവിടെ ഗ്രാൻഡ് മദർ ആണെന്ന് പറയാൻ കാരണം? ഗ്രാൻഡ് മദർ ആണെന്ന് പറയാൻ കാരണം എന്തായിരുന്നു? ഡി ഇവിടെതാ ഡോട്ടർ ഓഫ് സി, സിന്റെ ഡോട്ടർ ആണ്. ഇവിടെ ഗ്രാൻഡ് മദർ അല്ലാണ്ട് ഗ്രാൻഡ് ഫാദർ എന്നൊരു ഓപ്ഷൻ ഇല്ല. സോ സി എന്ന് പറയുന്നത് ഗ്രാൻഡ് ഫാദറോ ഗ്രാൻഡ് മദറോ ആണ് അല്ലെ. അത് നമുക്കറിയാം. ക്വസ്റ്റ്യനില് ഗ്രാൻഡ് ഫാദർ ആണോ എന്നും പറഞ്ഞിട്ടില്ല, ഗ്രാൻഡ് മദർ ആണോ എന്നും പറഞ്ഞിട്ടില്ല. ബട്ട് ഓപ്ഷൻസിൽ ഗ്രാൻഡ് മദർ മാത്രമേ ഉള്ളൂ. ഇനി ഇവിടെ ഓപ്ഷനിൽ തന്നെ അഞ്ചാമത്തെ ഓപ്ഷൻ ആയിട്ട് നോട്ട് ഡിഫൈൻഡ് അല്ലെങ്കിൽ കനോട്ട് ബി ഡിറ്റർമൈൻഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതാണ് ആൻസർ വരിക. കാരണം ഗ്രാൻഡ് മദറാണ്, ഉറപ്പൊന്നുമില്ല. ഡോട്ടർ, അതായത് എഫ് അല്ല, സിയുടെ ഡോട്ടർ ആണ് മദർ എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. സിന്റെ ജെൻഡർ പറഞ്ഞിട്ടില്ല. ജെൻഡർ പറയാത്തതുകൊണ്ട് നമുക്ക് മെയിൽ ആണെന്നോ ഫീമെയിൽ ആണെന്നോ കൂടെ അറിയില്ല. ഗ്രാൻഡ് മദർ ആണോ ഗ്രാൻഡ് ഫാദർ ആണോ എന്ന് അറിയില്ല. പക്ഷെ ഓപ്ഷൻസിൽ ഗ്രാൻഡ് മദർ മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് നമ്മൾ ഗ്രാൻഡ് മദർ സെലക്ട് ചെയ്തു. ദെൻ പോയിന്റിംഗ് ടു എ മാൻ, അഭിജിത്ത് സെഡ്. ഒരാളെ ചൂണ്ടിക്കാണിച്ചിട്ട് അഭിജിത്ത് പറയാണ് ഹിസ് ഗ്രാൻഡ് ഡോട്ടർ ഈസ് ദ ഓൺലി ഡോട്ടർ ഓഫ് മൈ ബ്രദർ. മൈ ബ്രദർ, ഹിസ് ബ്രദർ, നമ്മൾ എന്ത് ചെയ്യുക? അവിടെ തുടങ്ങാം. അഭിജിത്തിനെ ആദ്യം എടുക്കാം. അഭിജിത്തിന്റെ ബ്രദർ, അഭിജിത്തിന്റെ ബ്രദർ. ഓൺലി ഡോട്ടർ ഓഫ് മൈ ബ്രദർ എന്ന് പറഞ്ഞാൽ ബ്രദറിന്റെ മകള്, ഡോട്ടർ. ദെൻ ഹിസ് ഗ്രാൻഡ് ഡോട്ടർ ഈസ് ദ ഓൺലി ഡോട്ടർ ഓഫ് ബ്രദർ. അപ്പൊ ഗ്രാൻഡ് ഡോട്ടർ എന്ന് പറയുമ്പോൾ ഹിസും പറയുന്നുണ്ട്. ഇതാരാണ് ഇവിടെ? ഈ മാൻ എന്ന് പറയുന്നത് ഏറ്റവും മുകളിലായി അല്ലേ. അതായത് അഭിജിത്ത് ഒരാളെ ചൂണ്ടിക്കാണിച്ചിട്ട് പറയാണ് ഹിസ് ഗ്രാൻഡ് ഡോട്ടർ, അതായത് മകന്റെ മകൾ, ഈസ് ദ ഓൺലി ഡോട്ടർ ഓഫ് മൈ ബ്രദർ. സോ അഭിജിത്തിന്റെ ബ്രദറിന്റെ ഒരേ ഒരു മകൾ. ഈ മകൾ എന്ന് പറയുന്നത് അയാളുടെ ഗ്രാൻഡ് ഡോട്ടർ ആണ് എന്ന് പറഞ്ഞാൽ ഈ അഭിജിത്തിന്റെ ഏട്ടന്റെ അച്ഛൻ, അഭിജിത്തിന്റെ ബ്രദറിന്റെ അച്ഛൻ എന്ന് പറഞ്ഞാൽ അഭിജിത്തിന്റെ അച്ഛനാണ്. ഓക്കെ, ഇനി ഹൗ ഈസ് ദ മാൻ റിലേറ്റഡ് ടു അഭിജിത്ത്? ഈ പറഞ്ഞ വ്യക്തി അഭിജിത്തുമായിട്ട് എന്താ കണക്ഷൻ? അഭിജിത്തിന്റെ ഫാദർ ആണ് ഇതിലെ. എന്താ പറയുക നോക്കാനുള്ളത്? സോ ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കുക. അഭിജിത്തിന്റെ ഇങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻ കിട്ടുമ്പോൾ ഞാൻ പറയാം എപ്പോഴും ഈ സംസാരിക്കുന്ന വ്യക്തിയുമായിട്ടുള്ള റിലേഷനാണ് ആദ്യം എഴുതിയിരിക്കേണ്ടത് കേട്ടോ. സോ ഇവിടെ അഭിജിത്താണ് പറയുന്നത്. അപ്പൊ അഭിജിത്ത് മൈ ബ്രദർ എന്ന് പറഞ്ഞാൽ അഭിജിത്തിന്റെ ബ്രദറാണ്. അവിടെ തുടങ്ങണം. ആരാണ് പറയുന്നത്? ആ പറയുന്ന വ്യക്തിയുടെ റിലേഷനാണ് ആദ്യം നമ്മൾ എടുക്കേണ്ടത്. സോ അഭിജിത്താണ് സംസാരിക്കുന്നത് ആൻഡ് അഭിജിത്തിന്റെ ബ്രദർ പറയുന്നുണ്ട്. സോ അഭിജിത്തിന്റെ ബ്രദർ, ദെൻ ബ്രദറിന്റെ ഓൺലി ഡോട്ടർ. ആൻഡ് ഈ ഡോട്ടർ എന്ന് പറയുന്നത് ആ നിൽക്കുന്ന വ്യക്തിയുടെ ഗ്രാൻഡ് ഡോട്ടർ ആണ്. സോ ഈ ബ്രദറിന്റെ അച്ഛനാണ് ഈ മാൻ എന്ന് പറയുന്നത്. ബ്രദറിന്റെ അച്ഛനാകുമ്പോൾ അഭിജിത്തിന്റെ അച്ഛനാകും. സോ ഫാദർ ആണ് ആൻസർ ആയിട്ട് വരിക. ഞാൻ എന്റെ ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ JRF ക്രാക്ക് ചെയ്തു. നെറ്റിനെ പ്രിപ്പയർ ചെയ്യുന്ന എല്ലാവരുടെയും ഒരു സ്വപ്നമാണിത്. പക്ഷെ ആ സ്വപ്നത്തിലേക്ക് എത്താൻ എല്ലാവർക്കും കഴിയാറില്ല. നിങ്ങൾ എല്ലാ ടോപ്പിക്സും പഠിച്ചു, കുറെ റിവിഷൻസും മാരത്തൺസും ഒക്കെ അറ്റൻഡ് ചെയ്തു, കുറെ ഷോർട്ട് കട്ട് മെത്തേഡ്സും പഠിച്ചു. എന്നിട്ടും നെറ്റ് പോലും ക്രാക്ക് ചെയ്യാൻ പറ്റുന്നില്ല. ഇതാണോ നിങ്ങളുടെ പ്രശ്നം? എങ്കിൽ ഇതിനൊരു സൊല്യൂഷനുമായിട്ടാണ് ഞങ്ങൾ വന്നിരിക്കുന്നത്. നെറ്റ് കോച്ചിങ് അക്കാഡമി. നിങ്ങളെ വെറും എക്സാമിന് പ്രിപ്പയർ ആക്കുക എന്നതല്ല,
അതിലുപരി നിങ്ങളുടെ പഠന രീതി തന്നെ നമ്മൾ മാറ്റും. പരീക്ഷയുടെ രീതി അനുസരിച്ച് നമ്മുടെ പഠന രീതിയിലും മാറ്റം വരുത്തണം. ഡിഗ്രിക്കും PGക്കും പഠിച്ച അതേ രീതിയിൽ പഠിച്ചാൽ നെറ്റ് ക്രാക്ക് ചെയ്യാൻ പറ്റില്ല. ഈ മാറ്റങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ടാണ് നെറ്റ് നമ്മുടെ എക്സ്പേർട്സ് കോഴ്സ് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. നിങ്ങൾ എങ്ങനെയാണോ പഠിക്കേണ്ടത്, നിങ്ങൾ എങ്ങനെയാണോ പഠിപ്പിക്കേണ്ടത്, അങ്ങനെയാണ് നെറ്റ് കോഴ്സ് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. ഇതൊന്നും വെറും വാഗ്ദാനങ്ങളല്ല. കാരണം കോഴ്സിന് ജോയിൻ ചെയ്യുന്ന എല്ലാവർക്കും 100% മണി ബാക്ക് ഗ്യാരണ്ടിയും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. സോ കോഴ്സിനെ കുറിച്ച് കൂടുതൽ അറിയാനും കോഴ്സിൽ ജോയിൻ ചെയ്യാനും ഇപ്പോൾ തന്നെ താഴെ കൊടുത്തിരിക്കുന്ന വാട്സ്ആപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യൂ. അടുത്ത ക്വസ്റ്റ്യൻ. റാം സെഡ് ടു ശ്യാം. റാം ശ്യാമിനോട് പറയാണ്, ദാറ്റ് ഗേൾ പ്ലേയിങ് വിത്ത് ദ ഡോൾ ഈസ് ദ യങ്ങർ ഓഫ് 2 ഡോട്ടേഴ്സ് ഓഫ് മൈ ഫാദേഴ്സ് വൈഫ്. പറയുന്നത് ആരാ? റാമാണ് പറയുന്നത്. എന്ത് പറയും? മൈ ഫാദേഴ്സ് വൈഫ്, മൈ ഫാദർ. സോ റാമിന്റെ ഫാദർ, ഫാദറിന്റെ വൈഫ്. ഫാദറിന്റെ വൈഫ് എന്ന് പറഞ്ഞാൽ റാമിന്റെ അമ്മ അല്ലെ? റാമിന്റെ ഫാദർ, ഫാദറിന്റെ മദർ. ഫാദറിന്റെ മദർ അല്ല, ഫാദറിന്റെ വൈഫ്. സോ റാമിന്റെ മദർ. ഇതെന്തുകൊണ്ടാണ് ഞാൻ ഈ റിലേഷൻ എടുക്കുന്നത്? റാമാണ് സംസാരിക്കുന്നത്. മൈ ഫാദർ എന്ന് പറയുമ്പോൾ രാമിന്റെ ഫാദർ ആണ്. രാമ സംസാരിക്കുമ്പോൾ മൈ ഫാദർ എന്ന് പറയുമ്പോൾ രാമിന്റെ ഫാദർ ആണ്. സോ രാമിന്റെ ഫാദർ. ഫാദേഴ്സ് വൈഫ് എന്ന് പറഞ്ഞാൽ രാമിന്റെ മദർ കിട്ടി. ഇനി ദാറ്റ് ഗേൾ പ്ലേയിങ് വിത്ത് ഡോൾ ഈസ് യങ്ങർ ഓഫ് 2 ഡോട്ടേഴ്സ് ഓഫ് മൈ ഫാദേഴ്സ് വൈഫ്. ഫാദേഴ്സ് വൈഫ് എന്ന് പറഞ്ഞാൽ മദർ ആണ്. മദറിന്റെ 2 ഡോട്ടേഴ്സിലെ യങ്ങർ ഡോട്ടറാണ്. 2 പെൺകുട്ടികളുണ്ട് ഈ മദറിന്. ഈ 2 പെൺകുട്ടികളിലെ ഏറ്റവും ഇളയ പെൺകുട്ടിയാണ് ആ ഒരു ഡോൾ എടുത്ത് കളിക്കുന്നത്. സോ ചോദ്യം എന്താ? ഹൗ ഈസ് ദ ഗേൾ പ്ലേയിങ് വിത്ത് ദ ഡോൾ റിലേറ്റഡ് ടു റാം? ആ കളിക്കുന്ന കുട്ടി റാമായിട്ട് എന്താ കണക്ഷൻ? റാമിന്റെ സിസ്റ്റർ ആണ് അല്ലെ? കാരണം രാമിന്റെ ഫാദർ, റാമിന്റെ ഫാദറിന്റെ വൈഫ്, ഫാദറിന്റെ വൈഫ് റാമിന്റെ മദർ. രാമിന്റെ മദറിന്റെ 2 പെൺകുട്ടികളിലെ ഏറ്റവും ഇളയ കുട്ടിയാണ് ആ കളിക്കുന്നത്. അപ്പൊ ആ ഇളയ കുട്ടി രാമിന്റെ ആരാ? സിസ്റ്റർ ആണോ? മനസ്സിലായിട്ടില്ലെങ്കിൽ ഒന്ന് റിവൈൻഡ് അടിച്ച് കാണുക കേട്ടോ. സിമ്പിൾ ആണ്. ഞാൻ വല്ലാണ്ട് പറഞ്ഞ് എക്സ്പ്ലെയിൻ ഓവറാക്കിയിട്ട് തെറ്റിക്കേണ്ട വെച്ചിട്ട് അധികം ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാത്ത. അടുത്ത ക്വസ്റ്റ്യൻ പിടിച്ചോ. രാം സെഡ്, ഐ ആം ദ ഓൺലി ചൈൽഡ് ഓഫ് മൈ മദർ. രാമ പറയാണ്, എൻ്റെ അമ്മയുടെ ഒരേ ഒരു കുട്ടി ഞാനാണ്. ഒരേ ഒരു കുട്ടി പറഞ്ഞാൽ ആണായിട്ടും പെണ്ണായിട്ടും എൻ്റെ അമ്മയ്ക്ക് ഒരേ ഒരു കുട്ടിയുള്ളൂ, അത് ഞാനാണ് പറഞ്ഞു. ഓക്കെ. നെക്സ്റ്റ് ഹി പോയിന്റ് ടുവേർഡ്സ് എ ബോയ്. അതിനുശേഷം ഒരു ബോയിനെ ചൂണ്ടിക്കാട്ടിട്ട് പറയാണ്, ദിസ് ബോയ് ഈസ് ദ ഹസ്ബൻഡ് ഓഫ് ദ ഗ്രാൻഡ് ചൈൽഡ് ഓഫ് മൈ മദർ. അപ്പൊ രാമിനെ ഇവിടെ എടുക്കാം. റാം മൈ മദർ എന്ന് പറയുമ്പോൾ രാമിന്റെ മദർ, രാമിന്റെ മദർ. ഗ്രാൻഡ് ചൈൽഡ് ഓഫ് മൈ മദർ എന്ന് പറഞ്ഞാൽ എന്താണ്? മദറിന് ആകെ ഒരു മകനേ ഉള്ളൂ, ഒരു കുട്ടിയുള്ളൂ, രാമ. അപ്പൊ ഗ്രാൻഡ് ചൈൽഡ് എന്ന് പറഞ്ഞാൽ രാമിന്റെ കുട്ടി. GC ഗ്രാൻഡ് ചൈൽഡ് ആണ്, രാമിന്റെ കുട്ടി. ദിസ് ബോയ് ഈസ് ദ ഹസ്ബൻഡ് ഓഫ് ദ ഗ്രാൻഡ് ചൈൽഡ്. ഈ ഗ്രാൻഡ് ചൈൽഡിന്റെ ഹസ്ബൻഡ് ആണ്. അപ്പൊ ഇതെന്താണ്? ഹസ്ബൻഡ് എന്ന് പറയുമ്പോൾ ഇതെന്താണ്? ഇവിടെ ഗേൾ ആണെന്ന് അറിയാം. ആൻഡ് ഹസ്ബൻഡ് ആണ് ആള്. ദ റിലേഷൻ ഹൗ ഈസ് റാം റിലേറ്റഡ് ടു ദ ബോയ്. രാം ഈ ബോയുമായിട്ടുള്ള റിലേഷൻ എന്താ? രാമിന്റെ മകളുടെ ഭർത്താവ് എന്താണ്? ആരാ? ഹൗ ഈസ് റാം റിലേറ്റഡ് ടു ബോയ്? രാം ഈ ബോയുടെ ആരാ? മകളുടെ ഭർത്താവാണ് ഈ ബോയ്. അപ്പൊ രാം എന്ന് പറയുമ്പോൾ ഫാദർ ഇൻ ലോ. കിട്ടിയോ? ക്വസ്റ്റ്യൻ ശ്രദ്ധിച്ച് വായിക്കാന്ന് മാത്രമേ ഉള്ളൂ. ഇവിടെ ആദ്യം പറഞ്ഞു രാമിന്റെ ഒരേ ഒരു, അതായത് എൻ്റെ അമ്മയുടെ ഒരേ ഒരു മകനാണ് ഞാൻ. ഒരേ ഒരു മകൻ എന്നല്ല, ഒരേ ഒരു കുട്ടി. മകൻ എന്ന് പറഞ്ഞാൽ മകൾ ഉണ്ടാവാം. ഒരേ ഒരു കുട്ടിയാണ് ഞാൻ. പിന്നെ പറയാം എന്താണ്? ഒരു ബോയിനെ ചൂണ്ടിക്കാണിച്ചിട്ട് പറയാണ്, ദിസ് ബോയ് ഈസ് ദ ഹസ്ബൻഡ് ഓഫ് ദ ഗ്രാൻഡ് ചൈൽഡ് ഓഫ് മൈ മദർ. സോ രാമിന്റെ മദറിന്റെ ഗ്രാൻഡ് ചൈൽഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ കണ്ടോ, രാമു മാത്രമേ കുട്ടിയുള്ളൂ എന്നാണെങ്കിൽ രാമിന്റെ കുട്ടിയാണ്. പക്ഷേ ഈ ഒരു സെന്റൻസ് ഇവിടെ ഇല്ലെങ്കിലോ, ഐ ആം ദ ഓൺലി ചൈൽഡ് ഓഫ് മൈ മദർ എന്നൊരു വാക്ക് അവിടെ പറഞ്ഞിട്ടില്ലെങ്കിൽ രാമിന് ബ്രദർ ഉണ്ടാവാം, സിസ്റ്റർ ഉണ്ടാവാം, അവരുടെയൊക്കെ മക്കളാവാം. സോ ഡെഫിനിഷൻ തന്നെ മാറിപ്പോകും. ഇവിടെ രാമന്റെ അമ്മയ്ക്ക് ഒരേ ഒരു കുട്ടി രാമാണ്. ആ രാമിന്റെ അമ്മയുടെ ഗ്രാൻഡ് ചൈൽഡ് എന്ന് പറഞ്ഞാൽ രാമിന്റെ കുട്ടിയാണ്. സോ രാമിന്റെ കുട്ടി. ആ രാമിന്റെ കുട്ടിയുടെ ഹസ്ബൻഡ് ആണ് അത് എന്ന് പറഞ്ഞാൽ ആ രാമിന്റെ കുട്ടിയുടെ ഹസ്ബൻഡിനെ സംബന്ധിച്ചിടത്തോളം രാം ആരാണ്? ഫാദർ ഇൻ ലോ. അത്രേ ഉള്ളൂ. അടുത്ത ക്വസ്റ്റ്യൻ. പോയിന്റിംഗ് ടു എ വുമൺ, എ മാൻ സെഡ്, ഹെർ ഫാദർ ഈസ് ദ ഓൺലി സൺ ഓഫ് മൈ ഫാദർ. സോ ആ മാനിനെ ആദ്യം എടുക്കാം അല്ലെ. ആ മാൻ വുമണിനൊക്കെ പറയാണ് മൈ ഫാദർ, മാനിന്റെ ഫാദർ. സോ മൈ ഫാദർ, മാനിന്റെ ഫാദറിനെ കിട്ടി. ഓൺലി സൺ ഓഫ് മൈ ഫാദർ, ഞാൻ തന്നെ അല്ലേ വരിക അല്ലെ. ഒരു മാൻ ആണെന്ന് പറഞ്ഞു ഇവിടെ. മാനിന്റെ ഫാദറിന്റെ ഓൺലി സൺ എന്ന് പറഞ്ഞാൽ ആരാ? ഞാൻ തന്നെ. അപ്പൊ ഹെർ ഫാദർ ഈസ് ദ ഓൺലി സൺ ഓഫ് മൈ ഫാദർ. ഒരു വുമണിനെ ചൂണ്ടിക്കാണിച്ചിട്ട് ഒരാൾ പറയാണ് ഹെർ ഫാദർ ഈസ് ദ ഓൺലി സൺ ഓഫ് മൈ ഫാദർ.
മെന്നാണ് പറയുന്നത്. മെൻ പറയുകയാണ് എൻ്റെ അച്ഛൻ്റെ ഒരേ ഒരു മകൻ, അതായത് ഞാൻ, ആ മകനാണ് ആ കുട്ടിയുടെ അച്ഛൻ. അപ്പൊ ഈ കുട്ടി ആരാ? എൻ്റെ മകള്. ഈ കുട്ടി ആരെന്ന് പറഞ്ഞ പോയിന്റിംഗ് ടു എ വുമൺ ആണ്. അപ്പൊ ഈ കുട്ടി ആരാ? എൻ്റെ മകളാണ്, അല്ലെ, ഡോട്ടറാണ്. കണക്ഷൻ കിട്ടി. ഇനി എന്താ ചോദ്യം? ഹൗ ഇസ് ദ മാൻ റിലേറ്റഡ് ടു വുമൺ? വുമണിനെ സംബന്ധിച്ച് മാൻ ആരാ? ഫാദർ, അല്ലെ. വുമണിനെ സംബന്ധിച്ച് മാൻ എന്ന് പറയുമ്പോൾ ഫാദർ ആണ്. കിട്ടി. ഇത്രേ ഉള്ളൂ, സിമ്പിൾ സാധനങ്ങളാണ്. ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കാം. പോയിന്റിംഗ് ടു എ ഗേൾ, സുകന്യ സെഡ് ഷീ ഈസ് എ ഡോട്ടർ ഓഫ് ദ ഓൺലി ഡോട്ടർ ഓഫ് മൈ മദർ. ഹൗ ഈസ് സുകന്യ റിലേറ്റഡ് ടു ഗേൾ? സോ ആദ്യം നമുക്ക് സുകന്യയാണ് പറയുന്നത്. സുകന്യ സെഡ് എന്നാണ്. സോ ആദ്യം സുകന്യനെ എടുക്കാം, എസ് എന്ന് കൊടുക്കാം. സുകന്യ മൈ മദർ. സോ സുകന്യയുടെ മദർ. ഓക്കെ, സുകന്യയുടെ മദർ. മദറിന്റെ ഓൺലി ഡോട്ടർ. ഷീ ഈസ് ദ ഡോട്ടർ ഓഫ് ദ ഓൺലി ഡോട്ടർ ഓഫ് ദ മദർ. അതായത് സുകന്യ ഒരു ഗേളിനെ ചൂണ്ടിക്കാട്ടിയിട്ട് പറയാണ്, എൻ്റെ അമ്മയുടെ ഒരേ ഒരു മകളുടെ മകളാണ് ആ കുട്ടി. എൻ്റെ അമ്മയുടെ ഒരേ ഒരു മകളുടെ മകളാണ് ആ കുട്ടി എന്ന് പറയുമ്പോൾ നമ്മൾ സ്വാഭാവികമായിട്ടും എന്ത് വിചാരിക്കും? സുകന്യ പേര് കേൾക്കുമ്പോൾ എന്താ? പെൺകുട്ടിയാണ്. സോ സുകന്യാണ് ഒരേ ഒരു മകൾ എന്ന് പറയുമ്പോൾ അത് സുകന്യാണ് ഒരേ ഒരു മകള്. അങ്ങനെയെങ്കിൽ ആ കുട്ടി എന്ന് പറയുന്നത് ഈ ഒരേ ഒരു മകളുടെ മകളാണ്. സോ സുകന്യയുടെ മകളാണ് ആ കുട്ടി. സുകന്യയും ആ കുട്ടി തമ്മിലുള്ള റിലേഷൻ എന്താ? സുകന്യ എന്ന് പറയുന്നത് ആ കുട്ടിയുടെ മദർ ആണെന്ന് പറഞ്ഞ് മദർ നിങ്ങൾ പോയി ടിക്ക് ചെയ്യും. പക്ഷേ ഇവിടെ ശ്രദ്ധിക്കണം, കാരണം ഓപ്ഷൻസിൽ എന്ത് വന്നിട്ടുണ്ട്? ഇൻഫോർമേഷൻ ഇൻകംപ്ലീറ്റ് എന്നുള്ളൊരു ഓപ്ഷൻ കൂടി ഇവിടെ കിടക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഈ ഒരു ഓപ്ഷൻ അവിടെ കിടക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ശ്രദ്ധിക്കണം. അധികം ആൻസർ അതാണ് വരാൻ ചാൻസ്. ഒരു 90% ചാൻസ് നമുക്ക് പറയാൻ പറ്റുള്ളൂ, 90% ചാൻസ് ഉണ്ട്. സോ ഇവിടെ ശ്രദ്ധിക്കുക. ഇവിടെ സുകന്യ എന്ന് പറയുന്നത് ഒരു ഫീമെയിലിന്റെ പേരാണ്. നമ്മുടെ ആസംഷൻ പ്രകാരം മെയിൽസിൽ സുകന്യ എന്ന് പേരിടാൻ പാടില്ല എന്ന് റൂളില്ല. സപ്പോസ് ഈ സുകന്യ എന്ന് പറയുന്നത് ഒരു മെയിൽ ആണെങ്കിലോ, അല്ലെ, സുകന്യ എന്ന് പറയുന്നത് ഒരു മെയിൽ ആണെങ്കിൽ ഈ നമ്മുടെ ആസംഷൻ മൊത്തം തെറ്റിയില്ലേ? സോ അതാ ഞാൻ പറഞ്ഞ സ്റ്റാർട്ടിങ്ങിൽ തന്നെ ഒരു ആസംഷനും പേര് വെച്ചിട്ട് പോലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല. റിലേഷൻസിന്റെ കേസിൽ ആസംഷൻ പോസിബിൾ അല്ല. അപ്പോൾ ഇവിടെ എന്ത് വരും? സുകന്യ മെയിൽ ആണെങ്കിൽ സുകന്യ എന്തല്ല? മദർ അല്ല വരിക. സോ ഓപ്ഷൻ എന്താണ്? ഇൻഫോർമേഷൻ ഇൻകംപ്ലീറ്റ് എന്നുള്ളതാണ് സെലക്ട് ചെയ്യേണ്ടത്. കാരണം എന്തായിരുന്നു? ഒരു പെൺകുട്ടിനെ ചൂണ്ടിക്കാണിച്ചിട്ട് സുകന്യ പറയാണ്, ഷീ ഈസ് ദ ഡോട്ടർ ഓഫ് ഓൺലി ഡോട്ടർ ഓഫ് മൈ മദർ, എൻ്റെ മദർ. ഞാൻ ഇപ്പൊ സുകന്യ മെയിൽ ആണെന്ന് വിചാരിക്കുക. സപ്പോസ് സുകന്യ മെയിൽ ആണെങ്കിൽ മൈ മദറിന്റെ ഓൺലി ഡോട്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറൊരാൾ വരും. ഇവിടെ എക്സ് എന്ന് കൊടുക്കാം. ഓൺലി ഡോട്ടർ എക്സ് ആണെന്ന് വെക്കാം. എക്സിന്റെ മകളാണ് ആര്? ഡോട്ടർ എന്ന്. എക്സിന്റെ ഡോട്ടറാണ് ആ ഗേൾ എന്ന് പറഞ്ഞത്. എക്സിന്റെ ഡോട്ടറാണ് ആ ഗേൾ എന്ന് വിചാരിക്കുക. അങ്ങനെയെങ്കിൽ ഈ ഗേളും സുകന്യമായിട്ടുള്ള റിലേഷൻ എന്താ? ഈ ഗേളിന്റെ ഓണ്ടാണ് ആര്? അത് ആന്റി ആണ് ആര്? സുകന്യ. അവിടെ ഓപ്ഷൻസിൽ നോക്കുകയാണെങ്കിൽ ആന്റിന്റെ മദറും ഉണ്ട്. അപ്പൊ ഇതിൽ ഏതും വരാം. സുകന്യ എന്ന് പറയുന്നത് ഫീമെയിൽ ആണെങ്കിൽ സുകന്യ ആരാണ്? ഈ കുട്ടിയുടെ അമ്മയാണ്. സുകന്യ എന്ന് പറയുന്നത് സോറി മെയിൽ ആണെങ്കിൽ ഓണ്ട് വരില്ലല്ലോ, അല്ലെ. മെയിൽ ആണെങ്കിൽ ഓണ്ട് വരില്ല, പറഞ്ഞു തെറ്റിയതാണ്. മെയിൽ ആണെങ്കിൽ ഓപ്ഷൻ എന്താണ്? ഇൻകംപ്ലീറ്റ്. മെയിൽ ആണെങ്കിൽ ഇവിടെ എന്ത് വരണം? ഇവിടെ ഓണ്ടല്ല അങ്കിളാണ് വരേണ്ടത്. പറഞ്ഞത് മാറിയത് കേട്ടോ. ഓണ്ടല്ല അങ്കിളാണ് വരേണ്ടത്. സോ എന്ത് വരും? ഇൻഫോർമേഷൻ ഇൻകംപ്ലീറ്റ്. ഈ ഒരു ഓപ്ഷൻ ഉണ്ടെങ്കിൽ ആലോചിച്ചോളാം, ഭൂരിഭാഗം ശതമാനം അതേ ആൻസർ വരുള്ളൂ. ക്ലിയർ ആണെന്ന് വിചാരിക്കണം. Then last question നോക്കാം. ലാസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? A woman introduced a man as the son of the brother of her mother. So ഈ മാനും വുമൺ റിലേഷൻ ആണ്. അപ്പൊ നമുക്ക് പഠിക്കാം എന്താണ്? വുമൺ ആണ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. സോ വുമൺ എന്ത് ചെയ്യുന്നു? ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു ഒരു മാനിനെ ആസ് എ സൺ ഓഫ് ദ ബ്രദർ ഓഫ് ഹർ മദർ. വുമണിന്റെ മദറിന്റെ ബ്രദറിന്റെ സൺ, അല്ലെ. വുമൺ ആണ് പറയുന്നത് ഹെർ മദറിന്റെ ബ്രദർ ഓഫ് ഹെർ മദർ ആണ്. സോ ബ്രദറിന്റെ സൺ. ഇപ്പൊ കറക്ഷൻ വന്നില്ലേ? സൺ ഓഫ് ദ ബ്രദർ ഓഫ് ദ മദർ ഓഫ് ദ വുമൺ. സൺ ആണ്, ബ്രദർ ആണ്, മദർ ആണ്, വുമൺ ആണ്. ചോദ്യം എന്താ? ദ മാൻ, അതായത് ഈ സൺ, ദ മാൻ ഈസ് റിലേറ്റഡ് ടു വുമൺ. മാനും വുമണും തമ്മിലുള്ള റിലേഷൻ എന്താ? അവിടെ കസിൻസ്, അല്ലേ. കാരണം മാനിന്റെ അമ്മ, ഈ വുമൺ പറയാണ്, അതായത് വുമൺ ഒരു മാനിനെ ഒപ്പം കൊടുത്തിട്ട് പറയാണ്, ഈ മാൻ എന്ന് പറയുന്നത് എൻ്റെ അമ്മയുടെ സഹോദരന്റെ മകനാണ്. എൻ്റെ അമ്മയുടെ സഹോദരന്റെ മകൻ എന്ന് പറഞ്ഞാൽ എൻ്റെ കസിൻ ആണ്. സോ അത്രയേ ഉള്ളൂ. അപ്പൊ ഇത്രയാണ് നമ്മൾ സാമ്പിൾ ക്വസ്റ്റ്യൻസ് ചെയ്യാൻ ഉദ്ദേശിച്ചത്. പറയുകയാണെങ്കിൽ ഒറ്റ കാര്യം നമ്മൾ ഈ റിലേഷൻ ബേസ്ഡ് ക്വസ്റ്റ്യൻസിൽ ശ്രദ്ധിക്കേണ്ടതുള്ളൂ, ആസംഷൻസ് ഒരിക്കലും പാടില്ല. ക്വസ്റ്റ്യനിൽ ജെൻഡർ പറഞ്ഞിട്ടില്ലെങ്കിൽ
പേര് വെച്ച് പോലും നിങ്ങൾ എന്ത് ചെയ്യരുത്, ജെൻഡർ അസ്യൂം ചെയ്യാൻ നിൽക്കരുത്. അതേപോലെ ഓപ്ഷൻസിൽ നോട്ട് ഡിഫൈൻഡ്, കനോട്ട് ബി ഫൗണ്ട്, ഇൻഫോർമേഷൻ ഇൻകംപ്ലീറ്റ്, ഇങ്ങനെ എന്തെങ്കിലും തന്നിട്ടുണ്ടെങ്കിൽ ആലോചിച്ചോളുക, ഭൂരിഭാഗം ശതമാനം അതാവും ആൻസർ. അതേപോലെ ജെൻഡർ അറിയില്ല. ഇപ്പൊ ഒരു ക്വസ്റ്റ്യൻ ഞാൻ ജസ്റ്റ് സിമ്പിൾ ആയിട്ട് പറഞ്ഞുതരാം. എ ഈസ് ദ ഫാദർ ഓഫ് ബി. എ എന്ന് പറയുന്നത് ബിന്റെ ഫാദർ ആണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇത് വെച്ചിട്ട് നിങ്ങളോട് ബി എന്റെ ആരാണ് എന്ന് ചോദിച്ചാൽ മകനാണോ മകളാണോ എന്ന് വെച്ചാൽ പറയാൻ പറ്റുമോ? എ എന്ന് പറയുന്നത് ബിന്റെ ഫാദർ ആണെന്ന് മാത്രമേ ഇവിടെ പറഞ്ഞിട്ടുള്ളൂ. ഈ ഒരു സെന്റൻസ് എന്ന് ബി എന്ന് പറയുന്നത് എന്റെ മകനാണ് എന്നോ ബി എന്റെ ആരാന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ പറ്റുമോ? ക്വസ്റ്റ്യൻ ഇത്രയേ ഉള്ളൂ. എ ഈസ് ദ ഫാദർ ഓഫ് ബി. ഹൗ ബി ഈസ് റിലേറ്റഡ് ടു എ? ഹൗ ബി ഈസ് റിലേറ്റഡ് ടു എ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എ എന്ന് പറയുന്നത് ബിന്റെ ഫാദർ ആണ്, സമ്മതിച്ചു. ഹൗ ബി ഈസ് റിലേറ്റഡ് ടു എ. അപ്പോൾ ബി എന്ന് പറയുന്ന എയുമായിട്ട് എങ്ങനെയാ റിലേഷൻ? ബി എന്ന് പറയുന്നത് എന്റെ സണ്ണാണോ ഡോട്ടർ ആണോ എന്നാ. ഇത് രണ്ടിനും എന്ത് വേണം? ജെൻഡർ അറിയണം. സോ ജെൻഡർ അറിയാത്തതുകൊണ്ട് നോട്ട് ഡിഫൈൻഡ്. ജെൻഡർ അറിയില്ലെങ്കിൽ ആൻസർ നോട്ട് ഡിഫൈൻഡ്. ഇത്രയേ ഉള്ളൂ. മാക്സിമം ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യാം കേട്ടോ. ഞാൻ ഈ പറഞ്ഞ ക്വസ്റ്റ്യൻസ് ഒന്ന് നിങ്ങൾ എന്ത് ചെയ്യാം, കൺസെപ്റ്റ് മനസ്സിലാക്കിയിട്ട് ചെയ്യാം. കാണാപ്പാഠം പഠിക്കരുത്. കാരണം റിപ്പീറ്റ് ആയിട്ട് ക്വസ്റ്റ്യൻസ് അതേ ക്വസ്റ്റ്യൻസ് വരില്ല. ആ കൺസെപ്റ്റ് ആണ് റിപ്പീറ്റ് ആയി ചോദിക്കാറ്. സോ കൺസെപ്റ്റ് മനസ്സിലാക്കി ചെയ്ത് പഠിക്കുക കേട്ടോ. ഓക്കെ, സോ അടുത്ത വീഡിയോയിൽ കാണാം.